ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബാത്ത് കിച്ചൺ വൈബ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് പൊട്ടറ്റോ ഫ്രൈയുടെ വീഡിയോ ആണ്. നമുക്കൊന്ന് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഫ്രൈക്ക് വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നേരിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. തിക്നെസ് വളരെ കുറച്ച്, തിക്കല്ലാതെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അത്യാവശ്യം ഒരു പൊട്ടറ്റോ അരിഞ്ഞാൽ തന്നെ, ഈ ഒരു ലെവലിൽ അരിഞ്ഞാൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. നല്ലൊരു സാധനമാണ്, ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ചോറ് കഴിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു പൊട്ടറ്റോ കൊണ്ട് അത്യാവശ്യം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ സാധനം കിട്ടിയിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. നമുക്കതിലേക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇതിൽ ചേർക്കാനില്ല, ഇതൊക്കെയുള്ളൂ. പിന്നെ ഒരു ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അതൊന്ന് ആ ഒരു ബാറ്റർ ശരിക്കും റെഡിയാക്കി എടുക്കാം. മുളക് പൊടിയുടെ ബാറ്റർ അത്യാവശ്യം ഒരുപാട് തിക്നെസ്സിലാക്കാതെ നമുക്കതൊന്ന് പൊരിച്ചെടുക്കേണ്ട രീതിയിൽ ചെയ്തെടുക്കാം. അതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെക്കുക, എണ്ണ വയ്ക്കുക, നമ്മുടെ പൊട്ടറ്റോ എടുത്ത് അതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. എന്നാലേ നല്ലൊരു ക്രിസ്പി അല്ല, ഒരു നല്ല മുരിഞ്ഞ് കിട്ടുള്ളൂ. പച്ചക്കറികളൊക്കെ കുട്ടികളുടെ വയറ്റിലെത്തിക്കൽ ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് അങ്ങനെയൊക്കെ കഴിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് കുട്ടികൾക്ക് ഇതൊക്കെ ഉള്ളിലെത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നവ. അപ്പോൾ വരും ദിവസങ്ങളിൽ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നിങ്ങൾ ചാനലിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇത് വേണമെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ കൊടുത്തേക്കാം കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്കൊരു ലഞ്ച് ബോക്സിൽ കൊടുത്തയച്ചാൽ അവരവിടെ നിന്ന് ചോറിൻ്റെ കൂടെ കഴിച്ചോളും. അത് ഫിഷൊന്നും നമുക്ക് കൊടുത്തേക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ മക്കൾസിനൊക്കെ പൊട്ടറ്റോ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്കത് മാത്രമായി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ്, ഇതിന് വലിയ പണിയൊന്നുമില്ല. ഇതൊന്നും ഐറ്റംസ് ഒന്നും ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഒരു പൊട്ടറ്റോ മാത്രമേ ഇതിനൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, വളരെ നൈസായിട്ട്. ഇത് ഫ്രൈ ആകുമ്പോഴേക്കും കട്ട് ചെയ്തിട്ടതിനേക്കാളും നേർങ്ങനെയായിട്ട് കിട്ടും, വളരെ നേരിയ രീതിയിൽ കിട്ടും. കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. ഒന്നുകൂടെ പറയുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പോൾ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.